രാജേന്ദ്രൻ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലുഷിതമായ പ്രശ്നം അത് ഇന്ത്യക്ക് നേരെ തന്നെയാണ്. അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തിനോടുള്ള ഒരു അമിതമായ തരത്തിലുള്ള പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ്. ഈ അവസരത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും നടത്താൻ പോകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യ ഇത്രയും ഹിന്ദുക്കൾ, ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദുക്കൾ അഭയം നൽകുന്ന ഒരേ ഒരു രാഷ്ട്രം. എല്ലാ മതങ്ങൾക്കും അത് അഭയം നൽകി. പക്ഷേ ഹിന്ദുക്കൾക്ക് പോകാൻ വേറൊരു രാഷ്ട്രം ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് തൊട്ടടുത്ത് ഹിന്ദുക്കളോടുള്ള കശാപ്പാണ്, കുരുതി ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശിന് എതിരെ ഈ തരത്തിൽ പണ്ട് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യ ചെയ്തത്, ഇന്ത്യൻ പട്ടാളം അതിശക്തമായ നിലയിൽ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറുകയും ധാക്ക 18-ാം ദിവസം പതിക്കുകയുമാണ് ചെയ്തത്. അത്ര ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടത്തി. അന്ന് അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ദുർഗ, പ്രശംസാവാചകമായിരുന്നു. പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ശിഷ്യൻ ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂരമായ കശാപ്പുകൾ ഇന്ത്യക്ക് നേരെ, ഹിന്ദുക്കൾക്ക് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ക്രുദ്ധമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല? നമ്മുടെ മനസ്സുകളിലെല്ലാം ഉയരുന്ന ചോദ്യമാണ്. പല രാഷ്ട്രങ്ങളുടെയും മനസ്സുകളിൽ ഉയരുന്ന ചോദ്യമാണ്. അങ്ങേയറ്റത്ത് 7 സമുദ്രങ്ങൾക്കപ്പുറം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തുള്ള അമേരിക്കയിൽ നിന്നോ അടുത്ത ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞു ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. ഇന്ത്യയിൽ നിന്ന് അത്ര ശക്തമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ശരിയാണ്, വിക്രം മിസ്ത്രി അവിടെ പോയി അവസാനിപ്പിക്കണമെന്ന് നയതന്ത്ര തലത്തിൽ പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്റ്റൂപ്പിംഗ് ടു കോൺക്വർ. ഇന്ത്യ ഇപ്പം ഇത്തിരി താണു കൊടുക്കുക, എവിടം വരെ പോകുന്നെന്ന് കാണട്ടെ. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ അവരുടെ ഈ നരഹത്യ, നരമേധയാഗം നടത്തുന്ന ആൾക്കാരുടെ പ്രതിനിധികൾ സംഘമായിട്ട് ചൈനയിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഒരു പരിധി വിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉറച്ച ബന്ധത്തിലേക്ക് വന്നിരിക്കുകയാണ്. റഷ്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും റഷ്യ. അത്ര വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ നരേന്ദ്രമോദി. പരിധി വിട്ടു പോകാൻ പറ്റത്തില്ല. ചുവപ്പ് പരതാനി സ്വീകരണമൊക്കെ നടത്തി. പക്ഷെ ചൈന, ഇന്ത്യ അവിടെ കയറിയടിച്ചാൽ ഇടപെടുകയില്ല. പണ്ട് ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ഓർക്കുമല്ലോ, ഇന്ദിരാഗാന്ധി റഷ്യയിലേക്ക് പോയി. എന്തിനായിരുന്നു? ബ്രഷ്നേവുമായിട്ടൊരു കരാർ ഒപ്പിടാൻ. ഇൻഡോ റഷ്യ സമാധാന കരാർ എന്നുള്ള കരാർ. സോവിയറ്റ് യൂണിയനാണ്, റഷ്യയുമല്ല. കരാർ ഒപ്പിട്ട് ആ ഉറപ്പിന്മേലാണ് ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിലേക്ക്, ധാക്കയിലേക്ക് കടന്നു കയറി. ജനറൽ നിയാസിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം, നമ്മുടെ ജനറൽ അരോരയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് മുമ്പിൽ അടിപതറി കീഴടങ്ങി നാണം കെട്ട തോൽവി ആ യുദ്ധം നിർത്തലിന് ഒപ്പുവെച്ചത്, കീഴടങ്ങലിന് ഒപ്പുവെച്ചത്. അന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളായ ഗിൽഗിത്ത്, അതുപോലെ പാക് അധീന കാശ്മീർ ഒക്കെ മോചിപ്പിക്കാമായിരുന്നു. പക്ഷേ ഭൂട്ടോ വന്നു, ഇന്ത്യയിൽ വന്നു, സിംലയിൽ വന്നിട്ടൊരു കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോയി. അല്ലെങ്കിൽ ആ പ്രദേശങ്ങളോട് കീഴടക്കി ഈ ഭീകരന്മാരുടെ വിളയാട്ടം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഓപ്പറേഷൻസ് വരുന്നത്. അങ്ങനെ എന്തുകൊണ്ടൊരു നടപടി സ്വീകരിക്കുന്നില്ല? ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമായി. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, അവരെ ഉപയോഗിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സ്ഥിരമായിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യം. അവിടെ നിന്ന് ഭീകരന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന മയക്കുമരുന്ന്, അങ്ങനെയുള്ള സാധനങ്ങളുടെ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള ദുർവ്യാപാരങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന എന്തിന്? കാരണം പോകുന്നിടം വരെ പോയിട്ട് അവരുടെ റിസോഴ്സസൊക്കെ തീരിട്ട് ഇപ്പം ഇന്ത്യയേക്കാൾ ആളോഹരി വരുമാനമുള്ള രാജ്യമാണ്. ഇന്ത്യയാണ്
ബംഗ്ലാദേശ് എന്ന് പറയുന്ന ബലൂണിന് ശ്വാസം അല്ലെങ്കിൽ വായു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വായു കുറേശ്ശെയായിട്ട് ഇങ്ങനെ പിന്മാറും. കണ്ടില്ലേ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ചു പോയത്? എന്തേ? അവർക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം അവരുടെ വരുമാനത്തിൻ്റെ കേന്ദ്രബിന്ദു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസമാണ്. അത് നിന്ന് കഴിഞ്ഞാൽ കാറ്റുപോയ ബലൂൺ പോലാണ് മാലദ്വീപ്. അതുപോലെ തന്നെയാണ് അത്തരത്തില ബംഗ്ലാദേശിൻ്റെ ആ കാറ്റുപോയ ബലൂൺ പോലെ ആയിത്തീരും സാമ്പത്തികമായിട്ടൊരു ഉപരോധം ഇന്ത്യ അവർക്ക് നേരെ നടത്തിയാൽ. അങ്ങോട്ട് കയറി ആക്രമിക്കേണ്ട കാര്യമല്ല, യുദ്ധത്തിൻ്റെ സമയമല്ല ഇത്. ഈ സാമ്പത്തിക ഉപരോധം കൊണ്ട് തകർന്നു തരിപ്പണമായി തീരും ബംഗ്ലാദേശ്. ചുറ്റും കിടക്കുകയാണ്. ബംഗ്ലാദേശിന് ചുറ്റും വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള, സാമ്പത്തികമായിട്ട് ഉപരോധം തീർക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം തന്നെ നോക്കൂ, ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരെയൊക്കെ അതിർത്തി രക്ഷാസേന പിടികൂടുന്നുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കയറി ഇഷ്ടം പോലെ വരാം, ഇവിടെ ജീവിക്കാം, ബംഗാളിലെ അതെ റേഷൻ കാർഡ് വാങ്ങിക്കാം. കേരളത്തിലേക്ക് പണിക്കും വരുന്നുണ്ട് പലരും. അല്ല, അത് CPM അതിനെ എല്ലാം തന്നെ വേണ്ട തരത്തിൽ അവരുടെ ഉപയോഗിക്കുകയാണ്. വോട്ട് ബാങ്ക് ആക്കി. ജാർഖണ്ഡിൽ ഇപ്പൊ ജയിച്ചത് അങ്ങനെ അവരുടെ വോട്ട് കൊണ്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ ജയിച്ചത്. എന്നിട്ട് വലിയ വിജയ ആഘോഷം നടന്ന അഴിമതിയുടെ രാജാവായിട്ടുള്ള ആ ആള് അവരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. അസമിൽ ആ പണി നടക്കത്തില്ലെന്ന് ഇപ്പോൾ ഹിമന്തോ ബിശ്വാസ് അത് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് BJP സ്ഥിരമായിട്ട് ജയിക്കുന്നത്. ആ പരിപാടി നിർത്തി അവിടോട്ടുള്ള നുഴഞ്ഞുകയറ്റം. ഈ നുഴഞ്ഞുകയറ്റ സംസ്ഥാനങ്ങളിലൊക്കെ BJP വിരുദ്ധ ശക്തികൾ ജയിക്കുന്നു. ആ ഒരു അവസ്ഥയാണ്. അത് മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ ഇനിയിപ്പോൾ വലിയൊരു ആയുധം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ പാറ്റൻ ടാങ്കോ നാറ്റ് വിമാനം, അന്ന് പോയത് പറന്ന് ചെയ്യുന്നത് നാറ്റ് വിമാനങ്ങളാണ്. ധീരമായിട്ട് അതിർത്തി ലംഘിച്ച് അതൊന്നും വേണ്ട. നമ്മുടെ ശരിയായിട്ടുള്ള ഈ പൗരത്വ നിയമം വന്നാൽ മതി. പൗരത്വ രജിസ്ട്രിയിൽ പേരില്ലാത്ത ഒരുത്തിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് നടപ്പായിട്ടില്ല ഇതുവരെ. അത് പൗരത്വ രജിസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ നടപ്പായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക് പൗരത്വം നൽകുക എന്നുള്ളത്. പക്ഷേ ഈ രജിസ്റ്ററിൽ പേരില്ലാത്തവരെ പുറത്താക്കുന്നതോടുകൂടി ആ വാതിൽ അങ്ങ് അടയും. ആ ഒരു ആക്ഷനും കൂടെ ആയി കഴിയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളുടെ അവകാശങ്ങളും എല്ലാം ഇല്ലതാണ്. ആ ഒരു ആക്ഷൻ മാത്രം ചെയ്താൽ മതി. മോദിക്ക് എല്ലാം റെഡിയായിരിക്കുകയാണ്. ആ ഒരു ആക്ഷൻ ചെയ്യുന്നതോടുകൂടി അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരുടെ എല്ലാം കാറ്റ് ബലൂണിൽ നിന്ന പോലെ അവരുടെ കാറ്റ് നഷ്ടപ്പെടും. ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതുകൂടാതെ സഹായങ്ങളെല്ലാം അണക്കെട്ടിൽ നിന്ന് ബരാക്ക അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം, നദികളിൽ ഗംഗാ നദിയിൽ നിന്നുള്ള വെള്ളം, ഇതെല്ലാം ഇന്ത്യയിലൂടെ ഒഴുകിയാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. അവിടെ അതിൻ്റെ നദിയുടെ പേര് പത്മയാണ്. ഇതൊക്കെ തടയാൻ പറ്റും. സാമ്പത്തിക സഹായം, കോവിഡ് കാലത്ത് സൗജന്യമായിട്ട് നൽകിയ വാക്സിൻ, ഇതൊന്നും ഇനി ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സാമ്പത്തിക ഉപരോധം മാത്രം മതി. അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കെതിരെ, ഇറാനെതിരെ പ്രയോഗിച്ചിരിക്കുന്നുണ്ടെന്നാൽ അനുസരിച്ച് നാറാണക്കല്ല് വെച്ചു ആ രാജ്യം തകർന്നു കഴിഞ്ഞു. അതുപോലൊരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അടപ്പൂരും. പക്ഷേ ഇത് അധികകാലം വാഴുന്ന ഒരു ഭരണകൂടമല്ല മുഹമ്മദ് യൂനുസിൻ്റേത്. ട്രംപ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവുകയില്ല. സൗഹാർദ്ദമെങ്കിൽ സൗഹാർദ്ദം. ഇപ്പോൾ ഷെയ്ഖ് ഹസീന, അതാണ് ബംഗ്ലാദേശിന് ഇന്ത്യയോടുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകം. അവർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരം മിക്കവാറും ട്രംപ് ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ട്രംപ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളതാണ്. ഇപ്പോൾ യുക്രൈൻ യുദ്ധം നോക്കൂ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവസാനിപ്പിക്കും. അതുപോലെ ഈ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് അധികം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ അല്ല, ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ മതി. രംഗത്ത് നിന്ന് അവരുടെ കളികൾ അവസാനിപ്പിച്ചാൽ മാത്രം മതി. മുഹമ്മദ് യൂനുസിന് അധ്യക്ഷനായിട്ട് അവിടെ ഇരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും ആയിട്ടുള്ള പ്രവർത്തികൾക്ക് അധ്യക്ഷത വഹിക്കാനാണ്. അത് അദ്ദേഹം ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. അദ്ദേഹം വാക്കുകൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്ന് നോക്കൂ. എല്ലാവർക്കും സമത്വം, സാഹോദര്യം, ഇതെല്ലാം ഉറപ്പാക്കുന്ന ഭരണകൂടം. ഇത് വാക്കിലും നാക്കിലും മാത്രമേ ഉള്ളൂ. തെരുവുകളിൽ നമ്മൾ കാണുന്നില്ല. കലാപം, വിദ്വേഷം, വെറുപ്പിൻ്റെ കടകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഷെയ്ഖ് ഹസീന അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്നേഹത്തിൻ്റെ കട തുറക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ്. സാമ്പത്തിക ഉപരോധം, ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചു വരും. ഇതിനുള്ള അന്തരീക്ഷം ട്രംപും മോദിയും ചേർന്ന് തീർച്ചയായിട്ടും ഒരുക്കിയിരിക്കും. അതിനുള്ള ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ അവർക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.